സുഹൃത്തുക്കളെ, സന്ദീപ് വാര്യർ അങ്ങനെ ബി.ജെ.പി. വിട്ട് ആ, കോൺഗ്രസ്സിലെത്തിയിരിക്കുന്നു. ഇത് എന്ത് തരം ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക? അതായത് യു.ഡി.എഫിലും ബി.ജെ.പിയിലും ഇത് എത്രത്തോളം ആഘാതമുണ്ടാക്കുന്നുണ്ട്? അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെ? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടായി ചർച്ച ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതെങ്ങനെ ബാധിക്കും? ഇത് രണ്ടുമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞാൽ യു.ഡി.എഫ് ക്യാമ്പിനെ സംബന്ധിച്ചും ആ, ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വലിയൊരു ആവേശം ഏറ്റവും അവസാന നിമിഷം സമീപകാലത്ത് നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് തന്നെ പറയാം. മറ്റൊരു പാർട്ടിയുടെ ഏറ്റവും പ്രമുഖൻ എന്ന് വെച്ചാൽ പാർട്ടി വർക്കിൽ എന്നുള്ളതിനപ്പുറത്തേക്ക് പൊതുജനം അറിയുന്ന ഒരു നേതാവിനെ തിരഞ്ഞെടുപ്പിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് സ്വന്തം ക്യാമ്പിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സമീപകാല കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രധാനപ്പെട്ട നീക്കമായി തന്നെ വിലയിരുത്തണം. ബി.ജെ.പിയെ സംബന്ധിച്ച് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സ്വാഭാവികമായും ഒരു നെഗറ്റീവായും തോന്നിയേക്കാം പെട്ടെന്ന്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. തെരഞ്ഞെടുപ്പിൽ ഇത് ഏറ്റവും കൂടുതൽ ഗുണമാകുന്നത് ആർക്കാണ്? ഒറ്റ വാക്കിൽ നമുക്ക് യു.ഡി.എഫിന് എന്ന് തോന്നാം. പക്ഷേ അതിനുമപ്പുറം ബി.ജെ.പിക്ക് ഇത് ഗുണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, ഒന്നാമത് ബി.ജെ.പി ക്യാമ്പിൽ നെതിരെ സന്ദീപ് ഉന്നയിച്ച ആരോപണങ്ങൾ, അത് ബലിദാനികളുടെ വിഷയമടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ട് പാർട്ടിക്കാരൻ സ്വന്തം കൂടെ നിന്നൊരാൾ തങ്ങളെ ഒറ്റുകൊടുത്ത് പിന്നോട്ട് പോകുമ്പോൾ ഇതുവരെ ഇല്ലാത്തൊരു ഉണർവ് ആ ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതായത് പല അസ്വാരസ്യങ്ങൾ എല്ലാ ക്യാമ്പിലും ഉണ്ടായിരുന്നല്ലോ, പാലക്കാട് തുടക്കം മുതൽ. അത്തരം അസ്വാരസ്യങ്ങളിൽ ബി.ജെ.പിയിലും ഉണ്ടായിരുന്നു. പല ഇപ്പോൾ സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അങ്ങനെ പലതരം ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ബി.ജെ.പിയിലെയും പല വോട്ടർമാരെ, പ്രത്യേകിച്ച് മൂത്താന്തറയിലേക്ക് വോട്ടർമാർക്കിടയിൽ പലതരം അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. നഗരസഭയിലെ പല തർക്കങ്ങൾ, ഉണ്ടാകുന്ന എല്ലായിടത്തും, അധികാരമുണ്ടാകുന്ന എല്ലായിടത്തും പലതരം തർക്കങ്ങൾ സ്വാഭാവികമാണല്ലോ. അത് ബി.ജെ.പിയിലും ഉണ്ടായിരുന്നു. അത്തരം തർക്കങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ തുടക്കം തന്നെ കുറേയൊക്കെ അത് പരിഹരിക്കാൻ കഴിഞ്ഞിരുന്നു. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ചില വോട്ടർമാരെങ്കിലുമൊക്കെ വിട്ടു നിന്നേക്കാം എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാലക്കാട് ജയിക്കേണ്ടത് ബി.ജെ.പിയുടെ സംഘപരിവാറിൻ്റെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊന്നും ആർ.എസ്.എസ് അങ്ങനെ കാര്യമായി ഇവിടെ പ്രവർത്തിച്ചിരുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കാര്യമായി ആർ.എസ്.എസ് തുടക്കം മുതൽ പ്രവർത്തിച്ചിരുന്നു. ആ ആർ.എസ്.എസിനെ കൂടി തള്ളിപ്പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ബി.ജെ.പിയുടെ ഏതെങ്കിലും ഒരു നേതാക്കളെ, കെ സുരേന്ദ്രനെ അല്ലെങ്കിൽ പി.കെ. കൃഷ്ണദാസിനെയൊക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട്, സി കൃഷ്ണകുമാറിൻ്റെ കുഴപ്പങ്ങൾ പറഞ്ഞുകൊണ്ടാണ് സന്ദീപ് വാര്യർ പോകുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്നലെ കോൺഗ്രസ് കാണിച്ച ഒരു പാളിച്ച അതാണ്. സന്ദീപ് ഇപ്പുറത്തേക്ക് എത്തുന്നു എന്ന് പറയാം, പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റ് ചില കുറച്ച് ഓവറാക്കി സന്ദീപ് എന്നാണ് ഫീൽ ചെയ്യുന്നത്. അതായത് നരേന്ദ്രമോദി കൊള്ളില്ലെന്നും രാഹുൽ ഗാന്ധി അടിപൊളിയാണെന്നും വെറുപ്പിൻ്റെ ഫാക്ടറിയാണെന്നൊക്കെ പറയുമ്പോൾ എന്ത് ഇമ്പാക്റ്റാണ് ഇതുവരെ സന്ദീപ്, രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇതുവരെ സന്ദീപ് ചെയ്തതെന്ന ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. അവിടെ സരിൻ ഒരു വിശ്വസനീയമായ മാതൃകയാണ് സ്വീകരിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം സരിനെ CPM അടക്കം ചൂണ്ടിക്കാണിച്ചത് ഒരു കേഡറാകാൻ വർഷങ്ങൾ എടുക്കുമെന്നുള്ളതാണ്. അതൊരു റിയാലിറ്റിയാണ്. സരിനെ സംബന്ധിച്ച് മറ്റ് പ്രശ്നങ്ങളിൽ, ഇപ്പോൾ മതേതര പ്രശ്നങ്ങളോ പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളോ അത്രത്തോളം തീവ്രമല്ല അവിടെ. അവിടെ ഈ ധനകാര്യം, എന്താ പറയുക, അത്തരം ചില കാര്യങ്ങളുള്ള പ്രത്യയശാസ്ത്ര പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ വർഗീയത പോലുള്ളൊരു വിഷയത്തിൽ ഒറ്റ ദിവസം കൊണ്ട് വർഗീയത ഒന്ന് കുടഞ്ഞ് നമ്മളൊരു കിടക്കയിൽ നിന്ന് എണീക്കുമ്പോൾ ആ തുണിയൊന്ന് കുടയുന്നത് പോലെ അങ്ങ് കുടഞ്ഞു കളയാൻ കഴിയുന്നതാണോ എന്നുള്ളതാണ്. ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ മുഴുവനായും ഉയരുന്നത് സന്ദീപിൻ്റെ പഴയ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ അതുകൊണ്ട് തന്നെ വളരെ ഓവറായിപ്പോയി സന്ദീപിന് പറയാമായിരുന്നു, എനിക്ക് പാർട്ടിയിൽ നിന്ന് അവഗണനയാണ്, ആ പാർട്ടിയിൽ നിൽക്കാൻ കഴിയില്ല. ഞാൻ കോൺഗ്രസിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു, കോൺഗ്രസിനെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നു. ബി.ജെ.പി പോലെ ചതിയന്മാരുടെ പാർട്ടി. പിന്നെ എനിക്ക് പല സംശയങ്ങളും ഉണ്ടായിരുന്നു കൊടകരയുടെ കാര്യത്തിൽ. അപ്പുറത്ത് സംശയങ്ങളുണ്ടെന്നേ പറയാൻ പാടില്ലായിരുന്നുള്ളൂ. അല്ലാതെ അതങ്ങ് കഴിഞ്ഞ കുറേ നാളുകളായി അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയമാണെന്നൊക്കെ പറയുമ്പോൾ, അതിപ്പോഴാണോ സന്ദീപ് തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാണോ സന്ദീപ് ഇതൊക്കെ പറയേണ്ടത് എന്നൊരു ചോദ്യം സാധാരണക്കാർ ചോദിച്ചാൽ അത്ഭുതപ്പെടാനില്ല. അതുകൊണ്ട് നമുക്ക് എന്തൊരു മാറ്റവും ജനങ്ങൾക്ക് വിശ്വസിക്കാനൊരു ടൈം കിട്ടണ്ടേ?
അങ്ങനെ ഒരു ടൈം സന്ദീപിൻ്റെ കാര്യത്തിൽ ഫലത്തിൽ ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു സന്ദീപ് തന്നെ റിപ്പോർട്ടർ ചാനലിലെ അരുണുമായി സംസാരിച്ചപ്പോൾ നിങ്ങൾ 24-ൽ നിന്ന് റിപ്പോർട്ടറിലേക്ക് വന്നപ്പോൾ എന്ത് ബുദ്ധിമുട്ടാണ് ഉണ്ടായത് എന്ന് ചോദിക്കുന്നു. അത്ര ഒരു ജോലി മാത്രമാണോ സന്ദീപിൻ്റേത്? ഇതുവരെ കൊണ്ട് നടന്ന പ്രത്യയശാസ്ത്രം എല്ലാം സന്ദീപ് പറയുന്ന മുഴുവൻ അങ്ങനെയാണ്. ഞാൻ പ്രത്യയശാസ്ത്രം ത്തെക്കുറിച്ച് പറഞ്ഞത് അത് ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രമായതുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ പറയുന്നു, ഇവിടുത്തെ ആയതുകൊണ്ട് ഇവിടുത്തെ പറയുന്നത്. അതായത് ഒരു മൈക്ക് അനൗൺസ്മെൻറ്റുകാരൻ ഒരു തെരഞ്ഞെടുപ്പിൽ സി കൃഷ്ണകുമാറിനെ ജയിക്കണമെന്നാണ് അയാൾ അനൗൺസ് ചെയ്തതെങ്കിൽ, അയാൾ അടുത്ത തവണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പമാണ് നിൽക്കുന്നതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ജയിപ്പിക്കണമെന്ന് അനൗൺസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സന്ദീപിൻ്റെ പ്രത്യയശാസ്ത്ര ആദർശം എന്ന് വളരെ സന്ദീപ് തന്നെ തുറന്ന് പൊള്ളയായി കാട്ടുന്ന പോലെയാണ് തോന്നിയത്. ഒരു ജോലിയാണ് സന്ദീപ് ശ്രമിച്ചത്, ഒരു കുറച്ചുകൂടി ഉയർന്ന ജോലി. ഇപ്പോൾ BJP-യിൽ നിന്നിട്ട് അങ്ങനൊരു കുറച്ചുകൂടെ ബെറ്റർ കരിയർ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. കേരളത്തിലൊരു ബേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞ് കുറേ ആരാധകരെ സന്ദീപ് സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ അത് സംഘപരിവാർ ആരാധകരാണ്. അതിനിയും സന്ദീപ് സ്വാഭാവികമായിട്ടും പുറത്തെത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ആരാധകരിലേക്ക് വളരെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യും സന്ദീപ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് അതങ്ങോട്ട് വിശ്വസിക്കാൻ കഴിയുമോ? ഇവൻ വന്നത് എന്തൊക്കെയോ ലക്ഷ്യം കൊണ്ടാണ് എന്നല്ലേ യഥാർത്ഥത്തിൽ പറയാൻ കഴിയുള്ളൂ. മാത്രമല്ല, ഈ കസേരയുടെയൊക്കെ പ്രശ്നത്തിൽ ഏറ്റവും കൂടുതൽ അടിപിടി നടക്കുന്ന, ഏറ്റവും കൂടുതൽ പരിഗണന ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആളുകൾ വിട്ടുപോയ കോൺഗ്രസിനെക്കുറിച്ച് കോൺഗ്രസ് ഗംഭീരമാണ് എന്നൊക്കെ സന്ദീപ് പറയുമ്പോൾ സന്ദീപിന് വേറെ ഗതിയൊന്നും ഇല്ലായിരുന്നു, അങ്ങനെ അങ്ങ് പോയി എന്നല്ലേ ആളുകൾ ചിന്തിക്കുകയുള്ളൂ. പിന്നീട് ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാകും? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അത് BJPക്ക് ഗുണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഇതുകൊണ്ട് BJP ജയിക്കുമെന്നല്ല പറയുന്നത്, അത് പൊതു രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ടാകും. രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ജനങ്ങളുടെ വിലയിരുത്തൽ ഇതിനകം തന്നെ ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ രാഹുലിനെതിരെയൊന്നും ഈ അവസാന നിമിഷത്തെ ചില ബോംബുകളൊന്നും അല്ല ഇലക്ട്രൽ രാഷ്ട്രീയത്തിൽ വിധി നിർണ്ണയിക്കുക. അവർ കുറേ കാലമായി ജനങ്ങൾ ഈ രാഹുലിനെയും ഈ കൃഷ്ണകുമാറിനെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ ഉള്ള വിലയിരുത്തലുകൾ, അവിടെ ഈ പറഞ്ഞതുപോലെ BJP പൊതുവെ വിലയിരുത്തുന്നത്, കഴിഞ്ഞ ശ്രീധരൻ മത്സരിച്ചപ്പോൾ പോലും ഏതാണ്ട് 6000-ഓളം നിസ്സംഗ വോട്ടുകളുണ്ടായിരുന്നു. അത് ഓവർ കോൺഫിഡൻസ് കാരണം ശ്രീധരൻ ജയിക്കുമെന്ന് കരുതിയ വോട്ടുകളായിരുന്നു, BJPക്ക് വീഴേണ്ട വോട്ടുകളായിരുന്നു. പക്ഷെ അത് വീഴിട്ടില്ല എന്നൊക്കെ. അപ്പം അത്തരം വോട്ടർമാരെ കൂടി ഒന്ന് ഉണർത്താൻ സന്ദീപിൻ്റെ ഈ മാറ്റം സാധിച്ചു എന്ന് മാത്രമേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പറയാൻ കഴിയുള്ളൂ. മറ്റൊന്നുള്ളത്, കോൺഗ്രസിൽ നിന്നാണ് പലപ്പോഴും BJPയിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ. അവിടെ BJPയിൽ നിന്ന് ഒരാൾ കോൺഗ്രസിലേക്ക് എത്തിയെന്നൊക്കെ കോൺഗ്രസ്സിന് ആവേശപൂർവ്വം പറഞ്ഞു നടക്കാം. സതീശന് പറയാം ഞാൻ ഗംഭീര ഓപ്പറേറ്ററാണെന്ന് പറയാം. പക്ഷേ ആ ഓപ്പറേറ്റർക്കുള്ള കുത്ത് മുരളീധരൻ തന്നെ കൊടുത്തു എന്നുള്ളതാണ്. സന്ദീപിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, സ്വാഗതം എന്നൊക്കെ മുരളീധരൻ പറയുമ്പോഴും പരമാവധി കിട്ടാവുന്ന കുത്തൊക്കെ മുരളി കൊടുത്തിട്ടുണ്ട്. സന്ദീപിന് അത്ര എളുപ്പമായിരിക്കില്ല കാര്യങ്ങൾ എന്നുറപ്പാണ്. ഒരുപക്ഷെ ഷൊർണൂർ സീറ്റായിരിക്കും സന്ദീപിന് വാഗ്ദാനം ചെയ്യുക. കഴിഞ്ഞ തവണ അവിടെ 36,000 വോട്ട് പിടിച്ച് കോൺഗ്രസ്സിന് തൊട്ടടുത്ത് BJP എത്തിയിരുന്നു. അവിടെ പക്ഷേ കോൺഗ്രസിനും ഏതാണ്ട് 37,000 വോട്ട് മാത്രമേ ഉള്ളൂ. അവിടെ മമ്മിക്കുട്ടി ജയിച്ചത് 76,000 വോട്ട് എന്ന മൃഗീയ ഭൂരിപക്ഷത്തിലാണ്. അപ്പോൾ സന്ദീപ് അപ്പുറത്ത് പോയി ഒരു സീറ്റ് കിട്ടി അതങ്ങ് ജയിച്ച് കളയാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ ഇനി BJPക്കാരങ്ങ് സമ്മതിക്കും എന്നും കരുതാൻ വയ്യ. എന്തായാലും സന്ദീപ് നിൽക്കുന്നിടത്ത് CPM-കാരുടെ കാര്യം ഒരു പരിധിവരെ അടിപൊളിയാണ്. അപ്പോൾ സന്ദീപിനെ കുറിച്ചുള്ള പറച്ചിൽ ഇതാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ വളരെ ജോലി മാത്രമാണ് രാഷ്ട്രീയം എന്ന് സന്ദീപ് കേരള ജനതയോട് തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ബാക്കിയൊന്നുമില്ല ഇതിൽ, പ്രത്യയശാസ്ത്രമില്ല, ആദർശവുമില്ല, മറ്റൊന്നുമില്ല, ഒന്നുമേയില്ല. സന്ദീപിനി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ലാതെ ജനത്തിന് ബോധമുണ്ട്. അതുകൊണ്ട് ജനങ്ങൾക്കും കാര്യങ്ങൾ ബോധ്യമാകും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.